ഹലുവ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ പഴുത്ത ചക്കച്ചുളയാണ് എടുത്തേക്കുന്നത്. അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തേക്കുന്നതാണ്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പൊ ഇത് അരച്ചെടുക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് പാലൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ 1 കപ്പ് നല്ല കുറുകിയ തേങ്ങാപ്പാലാണ് എടുത്ത് വെച്ചേക്കുന്നത്. അപ്പൊ ഇത് ഞാൻ 1 കപ്പ് ചിരികിയ തേങ്ങയിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നല്ലപോലെ മിക്സിയിലിട്ട് അടിച്ചിട്ട് പിഴിഞ്ഞെടുത്തേക്കുന്നതാണ്. അപ്പൊ ഇതിനൊരു പകുതി നമുക്കിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഇപ്പൊ ഇവിടെ നമ്മുടെ ചക്ക നമ്മൾ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ട ഒട്ടും തന്നെ കട്ടയൊന്നും ഇല്ല, നന്നായിട്ട് തന്നെ അരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് നമുക്ക് ഹലുവ വരകാനുള്ള പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ ചക്ക ഹലുവയിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ബാക്കിയിരിക്കുന്ന ഈ തേങ്ങാപ്പാലിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പൊ കുറച്ചെങ്കിലും കട്ടക്കോടി ഉണ്ടെങ്കിൽ അത് സാരമില്ല, നമ്മൾ ഇതൊന്നും കൂടി മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ഇതിന്റെ അകത്തുള്ള കംപ്ലീറ്റ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഹലുവയ്ക്ക് ആവശ്യമായിട്ടുള്ള ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പൊ ഈ ശർക്കരയും കൂടി നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 350 ഗ്രാം ശർക്കര 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുത്ത് വെച്ചേക്കുന്നതാണ്. ഇനി ഇത് നമുക്ക് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി ആ ചക്കയും ശർക്കരയും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി നമുക്ക് എടുക്കണം. അങ്ങനെ ആക്കി എടുത്തതിന് ശേഷം വേണം നമുക്കിത് സ്റ്റൗവിലോട്ട് വെക്കാനായിട്ട്. കാരണം നമ്മൾ ഗോതമ്പ് പൊടി അരിപ്പൊടി ഒക്കെ ഇട്ടതാണ്. അപ്പൊ അതെല്ലാം നല്ലപോലെ ഒന്ന് ആയതിനു ശേഷം സ്റ്റൗവിലോട്ട് വെച്ചില്ലേ, നമ്മൾ സ്റ്റൗവിൽ വെച്ച് ഫ്ലെയിം ഓൺ ആക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അരിപ്പൊടി മൈദയൊക്കെ ഉള്ള ഭാഗം പെട്ടെന്ന് അങ്ങ് അടി പിടിക്കും. അപ്പൊ ഇത് നല്ലപോലെ ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ സ്റ്റൗവിലോട്ട് വെക്കാവുള്ളൂ. ഇപ്പൊ നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് നമുക്ക് സ്റ്റൗവിലോട്ട് വെച്ച് സ്റ്റവ് ഒന്ന് ഓൺ ആക്കി കൊടുക്കാം. സ്റ്റവിലോട്ട് വെച്ച് സ്റ്റവ് ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്, എന്നിട്ടാണ് നമ്മൾ ഇളക്കി കൊടുക്കുന്നത്. അപ്പൊ ഇനി ഇതിന്റെ പണിയെന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. കൈ എടുക്കാതെ തന്നെ ഇങ്ങനെ ഇളക്കി 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 തന്നെ നമുക്ക് ഇത് അലുവയുടെ പരുവാകുന്ന വരെ പരിയാക്കി എടുക്കണം. അപ്പൊ കുറച്ച് സമയം എടുക്കും. ഇത് മാത്രമേ ഉള്ളൂ ഇതിന്റെ അകത്ത് ഇച്ചിരി പാടായിട്ടുള്ളൂ. ഈ ഇളക്കിക്കൊണ്ടിരിക്കുക, അതേപോലെ തന്നെ നല്ല സമയം എടുക്കുന്ന ഒരു പണിയാണ്. പക്ഷെ കഴിക്കാനായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റുമാണ്. പിന്നെ ഇത് ഒരുപാടൊക്കെ കൂടുതലൊക്കെ ഉണ്ടാക്കി കൂടുതൽ നാളത്തേക്കൊക്കെ വെക്കണം എന്നുള്ളവര് തേങ്ങാപ്പാല് ചേർക്കാതെ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. കാരണം തേങ്ങാപ്പാല് ചേർത്തൊക്കെ ആകുമ്പോൾ അത് കൂടുതൽ നാളങ്ങനെ ഇരിക്കില്ല. കുറച്ചൊക്കെ നമ്മൾ വീട്ടിലെ ആവശ്യത്തിനൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ തേങ്ങാപ്പാല് ചേർത്താക്കുമ്പോൾ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ ഇനി ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് പരുവായി വരുന്ന സമയം വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പൊ ഇവിടെ നമ്മുടെ അലുവ നമ്മൾ വിതകാനായിട്ട് തുടങ്ങിയിട്ട് 35 മിനിറ്റ് ആയി. അപ്പൊ അത്രയും സമയവും ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ച് കൊടുത്തേക്കുന്നത്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ സൈഡിലുള്ളതെല്ലാം ഇതുപോലെ ഒന്ന് വടിച്ചിട്ട് കൊടുക്കണം. എന്നിട്ടാണ് വീണ്ടും വീണ്ടും നമ്മൾ ഇളക്കി കൊടുക്കുന്നത്. ഇപ്പൊ ഇത് കണ്ടോ, ഒരുവിധം പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ഒരു സ്റ്റേജ് എത്തിയിട്ടുണ്ട്. അപ്പൊ ഈ സമയം നമ്മൾ ഇതിലേക്ക് കുറേശ്ശെ നെയ്യ് ചേർത്ത് കൊടുക്കണം. അപ്പൊ ഒരു 2 ടീസ്പൂൺ വീതം ഒഴിച്ചൊഴിച്ച് കൊടുത്ത് നമ്മൾ ഇളക്കി കൊടുക്കണം. നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുമ്പോൾ അതൊന്നും കൂടി നല്ലപോലെ ലൂസായി വരും. അത് കഴിഞ്ഞ് അതിൽ വീണ്ടും കിടന്ന് നമ്മൾ ഇതുപോലെ ഇളക്കി ഇളക്കി അത് മുറുകി വരുമ്പോൾ വീണ്ടും കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ നമ്മൾ ആക്കി ഇത് നല്ല കറക്റ്റ് ഒരു പരുവത്തിൽ നമ്മൾ ആക്കി എടുക്കണം. അപ്പൊ ഇത് എത്ര സമയം ഇപ്പം നമ്മൾ നെയ്യ് ഒഴിക്കാൻ തുടങ്ങിയതിന് ശേഷം എത്ര സമയം വെച്ച് കൊടുക്കുന്നുള്ളത് ഞാൻ പറയാം. അപ്പൊ ഇനി ഈ സമയം നമ്മൾ ഫ്ലെയിം ഒരു ലോയ്ക്കും മീഡിയത്തിനും ഇടയിലേക്ക് മാറ്റി കൊടുക്കണം. ഇനി ഒരു ചെറിയ ആ ഒരു തീയിലിരുന്ന് വേണം നമുക്കിത് റെഡിയാക്കി എടുക്കാൻ. അപ്പൊ നെയ്യ് ഒഴിച്ചു കഴിഞ്ഞ് നമ്മളിങ്ങനെ ഇറക്കുമ്പോഴാണ് ഇതിന് ശരിക്കും നല്ല കട്ടിയാണ്. നമുക്ക് ആദ്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനേക്കാൾ കട്ടിയായിട്ടാണ് വരുന്നത്. അപ്പം ഇളക്കുമ്പോഴും നന്നായിട്ട് അടി മുകളിൽ നല്ല പോലെ മറിഞ്ഞ് ഇളക്കിയെടുക്കണം. അപ്പൊ നമ്മൾ 4 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് അത് കഴിഞ്ഞ് വീണ്ടും ഇത് കണ്ട നല്ല പോലെ അതങ്ങ് റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ ഈ സമയം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഏലക്കയൊക്കെ പൊടിച്ചെടുത്ത് കൊടുക്കാം. ഇപ്പൊ ഇവിടെ ഞാനൊരു 12 ഏലക്ക 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുത്തേക്കുന്നതാണ്. അതാണ് ഇപ്പൊ ഇതിലേക്ക് ഇട്ട് കൊടുത്തേക്കുന്നത്. ഈ കൂടെ തന്നെ നമുക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മുടെ ഏലക്കയൊക്കെ പൊടിച്ചത് ചക്കയുടെ എല്ലാ ഭാഗത്തും നല്ല കറക്റ്റ് ആയിട്ട് നമ്മൾ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ നെയ്ക്കകത്ത് കുറച്ച് നട്ട്സ് ഒന്ന് വറുത്ത് വെച്ചേക്കുന്നതാണ്, അതുകൂടി ഇട്ട് കൊടുക്കും. നട്ട്സും ചേർത്ത് നമുക്കൊന്നും കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പൊ ഇവിടെ നമ്മുടെ ചക്കയലുവ റെഡിയായി കഴിഞ്ഞു. അപ്പൊ ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് നമുക്കിത് സെറ്റ് ആക്കാനായിട്ടുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം.
അപ്പൊ നമ്മുടെ അലുവ നമുക്ക് സെറ്റാക്കാനുള്ള ഒരു പാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ അകത്ത് ഞാൻ കുറച്ച് നെയ്യൊക്കെ ഒന്ന് തടവി കൊടുത്തിട്ട് കുറച്ച് നട്ട്സ് ഒന്ന് അതിന്റെ അടിയിലൊന്ന് വെച്ചതാണ്. കാരണം അപ്പൊ ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ വിരകി വെച്ചിരിക്കുന്ന ചക്ക ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഒരു പാടുമില്ല, നമ്മുടെ കറക്റ്റ് അലുവയുടെ കൂട്ട് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വളരെ ഫ്രീ ആയിട്ട് അത് ഊർന്ന് നമുക്ക് വീണ് കിട്ടും. അപ്പൊ ഇതുപോലെ നമ്മൾ ഇതിലിട്ടിട്ട് ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ആ ചൂടോടെ തന്നെ നമ്മൾ ലെവൽ ചെയ്ത് കൊടുത്താലേ നല്ല ഷേപ്പിൽ നമുക്കത് കിട്ടുള്ളൂ. ഇപ്പൊ ഇവിടെ നമ്മൾ ഷേപ്പ് ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നല്ല ചൂടാണ് പാത്രത്തിന്. ഇനി ഇത് നല്ലപോലെ തണുക്കട്ടെ. തണുത്ത് കഴിയുമ്പോൾ നല്ല കറക്റ്റ് ആയിട്ട് നമുക്ക് മുറിച്ചെടുക്കുന്ന രീതിയിൽ നമ്മുടെ അലുവ റെഡിയായി കിട്ടും. ഇപ്പൊ ഇവിടെ നമ്മുടെ ചക്കയലുവ നന്നായിട്ട് തണുത്ത് നല്ല കറക്റ്റ് ആയിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ. അപ്പൊ നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് നമുക്കൊന്ന് എടുക്കാം. ഇത് കണ്ടോ, നന്നായിട്ട് തണുത്തപ്പോ തന്നെ ഇത് അരികിനൊക്കെ നല്ലപോലെ വിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഞാനിത് അലുവ ഞാൻ തയ്യാറാക്കാനായിട്ട് മൊത്തം 50 മിനിറ്റ് സമയമാണ് എനിക്ക് എടുത്തേക്കുന്നത്. അപ്പൊ ഉണ്ടാക്കി എടുക്കാനായിട്ട് കുറച്ച് സമയമൊക്കെ എടുക്കുമെങ്കിലും ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മളത് കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടി ഉണ്ടാക്കിയതിന്റെ ആ ഒരു പ്രയാസമൊക്കെ നമ്മൾ മറക്കും. അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അലുവയാണ്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇൻഷാ അല്ലാഹ് നമുക്ക് പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.